ജോർജ് ജോസഫ് നേരത്തെ പറയുന്നത് പോലെ നമ്മൾ പലവിധ ബാങ്ക് കവർച്ച കണ്ടിട്ടുണ്ടെങ്കിലും ഇത്തരത്തിലൊരു ബാങ്ക് റോബറി കേരളത്തിന് പുതുമയാണ്. അതാവട്ടെ ഏതെങ്കിലും തരത്തിൽ നേരത്തെ ക്രിമിനൽ പശ്ചാത്തലമില്ല, ഒരു സാധാരണക്കാരൻ, ഒരു ഡ്രങ്കാർഡ്, ജീവിതം ദൂർത്തടിക്കുന്ന ഒരാൾ വന്ന് മിനിമം എന്താണ് ഒരു സ്കൂട്ടറിൽ വരുന്നു, ഒരു കറുക്കത്ത് കാണിച്ച് പേടിപ്പിച്ച് ബാങ്ക് ജീവനക്കാരെയൊക്കെ ബന്ദികളാക്കി 15 ലക്ഷം എടുത്ത് 3 മിനിറ്റിൽ പുറത്തേക്ക് കടന്ന് അയാളെ പിടികൂടാൻ പോലീസിന് 36 മണിക്കൂറിലധികം സമയം വേണ്ടി വന്നു. ഈ സംഭവം നൽകുന്ന അതിൻ്റെ ഗുണവശങ്ങൾ എന്താണ്, അത് നൽകുന്ന പാഠങ്ങൾ എന്താണ് ശ്രീ ജോർജ് ജോസഫ്? അല്ല, ഗുണവശം ആദ്യം പറയാം. ഞാൻ പോലീസിനെ അഭിനന്ദിക്കുകയാണ് ഇതിനകത്ത്. കാരണം ഇത് തെളിയാൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കേസാണ്. ആ ഓപ്പറേഷൻ രീതി അതാണ്. കാരണം വളരെ മലയാളിയാണ്. അതുകൊണ്ടാണ് തുടക്കത്തിൽ ഞാൻ പറഞ്ഞത്, ഫസ്റ്റ് ഡേ തന്നെ ഇത് മലയാളിയാണ്, ഇന്ത്യക്കാരനല്ല എന്ന് പറഞ്ഞതിൻ്റെ കാരണം അത് ഓപ്പറേഷൻ രീതിയുടെ മികവ് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. കാരണം അതിനകത്ത് അയാൾ സ്വീകരിച്ച വേറെ ആരും അയാളുടെ പാർട്ട്ണറായിട്ടില്ല, തന്നെ ചെയ്തൊരു ഓപ്പറേഷനാണ്. അത് 3 മിനിറ്റ് കൊണ്ട് ആ ഓപ്പറേഷൻ കഴിഞ്ഞു. അത് തന്നെയല്ല, അതിനകത്ത് പൈസ 40-45 ലക്ഷം ഉണ്ടായിട്ടും അയാൾ 15 ലക്ഷം കൊണ്ട് കടന്നു. അന്നേരം തന്നെ നമ്മൾ നിശ്ചയിച്ചു, തൊട്ടപ്പുറത്ത് ബന്ദിയാക്കിയ 2 പേര് ആരോ ഫോൺ ചെയ്യുന്നു, ഇയാൾ കേട്ടു. ഇന്ത്യക്കാരനത് എങ്ങനെ മനസ്സിലായി മലയാളം? അതുകൊണ്ടാണ് ഫസ്റ്റ് ഡേ പറഞ്ഞത് മലയാളി തന്നെയാണെന്ന്. കാരണം അത്ര നല്ലൊരു ഇൻ്റലിജൻസാണത്. തന്നെ പിടിക്കാൻ സാധ്യത ഉണ്ടെന്നത് കിട്ടിയ പണമായിട്ട് അയാൾ പോയി. പിന്നെ പോലീസിനെ മിക്കവാറും ഇയാൾ നന്നായിട്ട് പോലീസിനെ പഠിച്ചിരിക്കുന്നു. CCTV ദൃശ്യവും വെഹിക്കിളും താമസിക്കുന്ന സ്ഥലവും കണ്ടെത്തിക്കഴിഞ്ഞാൽ ആളെപ്പിടി വീഴും. അതാണ് പോലീസ് സ്വീകരിക്കുന്ന മെയിൻ. അത് ഒഴിവാക്കാൻ ഇയാൾ ശ്രമിച്ചു. പാളിപ്പോയത് ഒറ്റ ഷൂ ആണ്. ആ ഷൂവിൻ്റെ ഫസ്റ്റ് ഡേ തന്നെ നമ്മൾ പറയുകയും ചെയ്തു, ഷൂ നോക്കണം. കാരണം അത് സാധാരണ വിട്ടുപോകുന്നൊരു കാര്യമാണ്. ശരിയാണ് ജോർജ്, നമ്മൾ പോലീസിനെ അഭിനന്ദിക്കുന്നു. ശരിയാണ്, പോലീസ് എന്ന് പറഞ്ഞാൽ ആദ്യഘട്ടത്തിൽ വട്ടം കറക്കിയിട്ടും ഈ പറയുന്ന വലിയ സാങ്കേതിക സംവിധാനങ്ങളുടെ സഹായത്തോടെ പരിശോധനയിൽ കണ്ടെത്തി. പക്ഷേ ഇയാളൊരു ലേമാനാണ് എന്ന് പറഞ്ഞാൽ ഒരു സാധാരണക്കാരനാണ്. ഏതെങ്കിലും തരത്തിൽ വലിയ സംഘങ്ങളുടെ പിന്തുണയില്ലാത്ത ആളാണ്. ഇയാളുടെ ഏക ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു കറുക്കത്തി, കയ്യിലുള്ള ഒരു കത്തി മാത്രമാണ് ഇയാളുടെ ഇൻവെസ്റ്റ്മെന്റ്. സാർ, ഇത് ഏതെങ്കിലും തരത്തിൽ രാത്രി ബാങ്കിന്റെ പൂട്ടുപൊളിച്ച് നടത്തുന്ന കവർച്ചയല്ല. ഏതെങ്കിലും തരത്തിൽ ഉൾഗ്രാമത്തിലുള്ള ഏതെങ്കിലും സ്ഥലത്ത് പോയി നടത്തുന്ന കവർച്ചയല്ല. ഇത് തൃശ്ശൂർ നഗരത്തിൽ നിന്ന് കേവലം 10-25 കിലോമീറ്റർ മാത്രം അകലെയുള്ള ചാലക്കുടി എന്ന് പറയുന്ന പ്രധാന സ്ഥലത്ത് ഒരു ബൈപ്പാസ് റോഡിൽ, എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകളുള്ള ഒരു ബൈപ്പാസ് റോഡിൽ നട്ടുച്ചയ്ക്ക് 2 മണിക്ക്, 2:10, 2:12 കയറി നടത്തുന്ന മോഷണമാണ്. ആ മോഷണം ഉണ്ടാവാൻ പാടുണ്ടോ ശ്രീ ജോർജ് ജോസഫ്? അത് ആരുടെ പിഴവും പരാജയവുമാണത്? അതുണ്ടാവും. അല്ല, അതിലൊരു നമ്മൾ, കാരണം ഇയാളെപ്പറ്റി കൂടുതൽ പഠിക്കേണ്ടിയിരിക്കുന്നു. അയാൾ 10ാം ക്ലാസ്സുകാരനാണ്, പക്ഷേ ആ ഓപ്പറേഷൻ രീതിയിൽ അയാൾക്ക് നല്ല എക്സ്പീരിയൻസ് ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അയാളെപ്പറ്റി ഇനി പഠിക്കേണ്ടിയിരിക്കുന്നു. കാരണം അയാൾ വെച്ചിരിക്കുന്ന വീട് നമ്മളിപ്പം കാണാൻ പറ്റും. ആ വീട് നല്ല ഇൻവെസ്റ്റ്മെൻറ്റിലുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യ നേഴ്സാന്ന് പറയുന്നത്, നേഴ്സിൻ്റെ വരുമാനം ഇദ്ദേഹം കുറേ നാൾ അവിടെയുണ്ട്. 10ാം ക്ലാസ്സുകാരൻ അവിടെ എന്ത് ജോലി കിട്ടാനാണ്? ഒരു ലിമിറ്റിനപ്പുറത്തോട്ട് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇത്ര ഒരു വീട് വെക്കാൻ പറ്റുമോ? അപ്പോൾ ഇയാളെപ്പറ്റി തീർച്ചയായിട്ടും പോലീസ് അന്വേഷിക്കണം. ഇയാളൊരു സൈലൻ്റായ ഒരു ഓപ്പറേറ്ററാണ് ആണെന്ന് നമുക്ക് തോന്നും. എന്ത് നല്ല ഇൻ്റലിജൻസ്, വലിയ അപ്രിസിയേഷൻ. ആകെ പാളിയത് അയാൾ മോഷ്ടിച്ച ഒരു സ്കൂട്ടറായിരുന്നു, അല്ലെങ്കിൽ ഒരു 2 വീലർ ഉപയോഗിച്ചിരുന്നെങ്കിൽ പോലീസ് വെള്ളം കുടിച്ചേനെ. കാരണം അയാളുടെ സ്വന്തം 2 വീലറിനകത്ത് ഒരു ഫോൾസ് നമ്പർ അവിടുന്ന് പള്ളിയിൽ നിന്ന് എടുത്ത് ഒരാളുടെ ഇളക്കി വെച്ചതാണ് പറ്റിപ്പോയത്. അല്ലെങ്കിൽ കുറച്ച് നാളൂടെ പോലീസ് കിടന്ന് വിഷമിച്ചു പോയത്. അതുകൊണ്ട് തുടക്കം വരെ ഇത് വെരി ടഫ് ജോബാണ് എന്ന് ഞാൻ പറയുകയും ചെയ്തതിൻ്റെ കാരണം അതാണ്. പക്ഷേ ജോർജ് ജോസഫ്, ഫെബ്രുവരി 14 ഉച്ചയ്ക്ക് നടന്ന സംഭവമാണ്. ഇന്നലെ 16 വൈകുന്നേരമാണ് ഇയാൾ അറസ്റ്റിലാവുന്നത്. ജോർജ് ജോസഫ്, ഞാൻ പിന്നെയും ചോദിക്കുന്നത്, ഇപ്പോൾ അവിടെ DGP മുതൽ താഴെത്തലം വരെയുള്ള ഈ പറഞ്ഞ 32 അംഗ വൻ സംഘം അവിടെ അരിച്ചു പറക്കിയിട്ടും ഈ പറയുന്ന സ്ഥലത്തിന് തൊട്ടടുത്തൊരു വീട്ടുകാരനെ പിടികൂടാൻ നമുക്കെടുത്ത മണിക്കൂറുകളുടെ എണ്ണം, ഈ പറയുന്ന സമയം നമുക്ക് എടുക്കുകയാണ്. ഞാൻ പിന്നെയും ചോദിക്കുന്നത് ജോർജ് ജോസഫ്, ഇയാൾക്ക് യാതൊരു തരത്തിലുള്ള പിന്തുണയുമില്ലാത്ത ഒരാളാണ്. എന്താ പറഞ്ഞാൽ ഒറ്റയാൻ അല്ലേ? എന്ന് പറഞ്ഞാൽ കിട്ടിയ പണം മൊത്തം കുടിച്ചു തീർക്കുന്ന, സുഹൃത്തുക്കൾക്കൊപ്പം ജീവിതം ധൂർത്തടിച്ച് കളയുന്ന ഒരൊറ്റയാണ്. എന്ന് പറഞ്ഞാൽ അയാൾക്ക് മറ്റ് ശക്തികളില്ല, അയാൾക്ക് മറ്റ് ഏതെങ്കിലും തരത്തിൽ ഗൂഢാലോചന, ഏതെങ്കിലും തരത്തിൽ ആസൂത്രണം നടത്താൻ മറ്റ് സംഘങ്ങൾ ഉണ്ടായിട്ട് നമുക്കിതുവരെ അറിയില്ല. ഒരൊറ്റയാണ് 36 അംഗ വൻ പോലീസ് സംഘത്തെ 36 മണിക്കൂർ കറക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അത് ശക്തിയാണോ ദൗർബല്യമാണോ ശ്രീ ജോർജ് ജോസഫ്? ഇല്ല, അത് ആ കള്ളൻ്റെ മികവാണ്. പോലീസ് ഇപ്പം സ്വീകരിക്കേണ്ട നടപടികൾ, ഇപ്പോൾ സാധാരണഗതി പോലീസ് സ്വീകരിക്കുന്ന നടപടികളൊക്കെ കള്ളന്മാർക്ക് അല്ലെങ്കിൽ ഇയാളെപ്പോലുള്ളവർക്കും സാധാരണക്കാർക്കറിയാം. അവിടെ പോലീസിന് ഒരു മിസ്ഗൈഡൻസ് കൊടുത്തു, അല്ലെങ്കിൽ അവർ തെറ്റി. കാരണം ആ യാത്ര അയാൾ 2 വീലർ ചേർന്ന് ഇടവഴി കൂടെ കയറി, അങ്ങോട്ട് കയറി 3 പ്രാവശ്യം വേഷം മാറി, ഡ്രസ്സ് മാറി, അങ്ങനെ പോയി. അത് നമ്മൾ വിചാരിക്കുന്ന രീതിയിലല്ല. പോലീസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ വലിയ കോംപ്ലിക്കേറ്റഡ് ആയ കേസുകളൊക്കെ പെട്ടെന്ന് ചിലപ്പോൾ പിടിച്ചെന്ന് വരും. പക്ഷേ ഈ രീതിയിലുള്ള ഓപ്പറേഷൻ ഇനിയും പ്രതീക്ഷിക്കാം.
കാരണം വളരെ ഇൻ്റലിജൻ്റ് ആയിട്ട് ചെയ്താൽ പിടിക്കാൻ പറ്റില്ല. അത് തന്നെയല്ല, പോലീസിൻ്റെ മികവിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. കാരണം പിടിക്കണമെന്ന് വിചാരിച്ച ഏത് കേസ് പക്ഷേ ടൈം എടുക്കും. ഇതിനകത്ത് നമ്മൾ വിചാരിക്കുന്ന പോലെ പട്ടാപ്പകൽ ജോർജ് ജോസഫ് നമ്മൾ പോലീസ് നടത്തിയ എഫർട്ടിനെ ഏതെങ്കിലും തരത്തിൽ കുറച്ച് കാണിക്കുന്നില്ല, താഴ്ത്തി കിട്ടുന്നില്ല. അവർ ഹെർക്കുലൻ ടാസ്ക് നടത്തി, ഒരു തർക്കം അക്കാര്യത്തില്ല. താങ്കൾ ഈ പറയുന്ന പോലെ ഒറ്റയാകുമ്പോഴേക്കും ഒരു സംഘം മാത്രമല്ല, നേരത്തെ പോലീസിന്റെ ക്രൈം ഡേറ്റാബേസിൽ ഇയാളുടെ പേരുണ്ടാവില്ല. കാര്യം ഇയാൾ നേരത്തെ ഒരു ക്രൈം ചെയ്ത പ്രീസിഡൻസ് ഉള്ള ആളല്ല എന്ന് പറയുമ്പോൾ പോലും ഒരു നഗരമധ്യത്തിൽ ഒരു ബാങ്കിന്റെ പ്രധാനപ്പെട്ട ശാഖ കവർ ചെയ്ത ഒരാളെ ഗോൾഡൻ മണിക്കൂറുകളിൽ പിടിക്കാൻ കഴിയുക എന്നുള്ളതും ഇത്തരം കവർച്ചക്കാർ കൊടുക്കാൻ കഴിയുന്ന സന്ദേശമായിരുന്നു ശ്രീ ജോർജ് ജോസഫ്. അല്ല, ഇനിയും ഈ സൈസ് ഇതിലും കുറച്ചുകൂടെ സൂപ്പറായിട്ടുള്ള ക്രൈം നമ്മൾ പ്രതീക്ഷിക്കണം. മലയാളി ആ രീതിയിലേക്ക് മാറി. ഇവിടെ ധാരാളം ക്രിമിനൽസ് ഉണ്ട് മലയാളികൾ. ഫ്രോഡ് നമ്പർ 1 എന്ന് ഞാൻ കൂടെ പറയുമ്പോൾ എന്നെ പലരും അതും ഇതൊക്കെ പറഞ്ഞ് അവർ വിദ്വേഷത്തോടെ പറയുകയും ചെയ്യും. പക്ഷേ നമ്പർ 1 ഫ്രോഡ് മലയാളി ഇന്ത്യയിൽ. അതിന് ശേഷം പിന്നെ നമുക്ക് കൗണ്ടർ ഫീറ്റ് തന്നെ കേസ് നോക്കിയാൽ മതിയല്ലോ. പക്ഷേ ഇവിടെ ബാങ്കിന് സെക്യൂരിറ്റി ചില ലാപ്സസ് ഉണ്ട്. അവിടെയാണ് പ്രശ്നം. കാരണം ആ ബാങ്കിൻ്റെ അവിടെ ഒരു സെക്യൂരിറ്റിക്കാരൻ പോലും ഇല്ല. അതുകൊണ്ട് ഞാൻ തുടക്കത്തിൽ ഇന്ന് വേറൊരു ചാനലിൽ പറയുകയും ചെയ്തു, അത് ആദികാശൻ അവിടെ ഇരിപ്പുണ്ട്, അദ്ദേഹം അവിടെ അത് നമുക്ക് ബാങ്കിനെ ATM കണക്ട് ചെയ്ത് എല്ലാവർക്കും ഡിജിറ്റൽ കണക്ഷൻ നമുക്ക് ATMൽ എവിടെ കയറിയാലും അന്നേരം തന്നെ പിടി വീഴും. കാരണം നമ്മൾ തൃശ്ശൂർ കണ്ടു, ഒരു 3 ATM രാത്രി വന്ന് ചെയ്തപ്പം അത് ഇമ്മീഡിയറ്റ് ആയിട്ട് പോലീസ് ഏതായാലും 3-4 ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് അത് ഇൻവെസ്റ്റിഗേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. പക്ഷേ ഇവിടെ നമുക്ക് ഇതുപോലെ ഒറ്റപ്പെട്ട ബാങ്കുകൾ അല്ലെങ്കിൽ സിറ്റിയുടെ നടുക്കുള്ളത് സെക്യൂരിറ്റി ഇല്ലാത്ത ബാങ്കിൽ ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ ഒരു തോക്കുമായിട്ട് ഒരു കത്തിയായിട്ട് വന്നു കഴിഞ്ഞാൽ ബാങ്കിലൊന്നും ചെയ്യാൻ അവർ പിടിക്കാനും വലിക്കാനും പോകരുതെന്നാണ് ഞാൻ പറയണത്. കാരണം അതുങ്ങളുടെ ജീവിതം നഷ്ടപ്പെടും. കാരണം അതിൻ്റെ ആവശ്യമില്ല. ബാങ്കിന് തന്നെ ഇൻഷുറൻസും ഉണ്ട്, ചെറിയ ബാങ്കിലൊക്കെ ഇൻഷുറൻസും ഉണ്ട്. സെക്യൂരിറ്റിക്കാരെ പ്രൊവൈഡ് ചെയ്യുന്നതിന് സെൻട്രലൈസ്ഡ് ഒരു സെക്യൂരിറ്റി വേണമെന്ന് ഞാൻ കുറേ നാൾ നേരത്തെ പണ്ട് എവിടെയോ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും പറയുന്നുണ്ട്. ഈ ഫെഡറൽ ബാങ്കിന് തന്നെ അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ തന്നെ ഒരു സീനിയർ പോലീസ് ഓഫീസറോ അല്ലെങ്കിൽ അതുപോലെ ഇൻ്റലിജൻ്റ് ആയിട്ട് ഓഫീസറെ വെച്ചിട്ട് 8-10 സ്റ്റാഫ് മതി അവരുടെ കേരളത്തിലുള്ള മുഴുവൻ ബ്രാഞ്ചുമായിട്ട് അത് കണക്ട് ചെയ്ത് ഡിജിറ്റലായിട്ട് നമുക്കിത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അന്നേരം ബാങ്കിൽ ഇതുപോലെ ഓപ്പറേഷൻ ഉണ്ട്, അന്നേരം തന്നെ ഇൻഡിക്കേഷൻ കിട്ടി പിടി വീഴാൻ പറ്റും. കൺസേൺഡ് പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെട്ട. ശരി, പക്ഷേ അന്ന് ATM കവർച്ചാ കേസിലും പോലീസിന് വിവരങ്ങൾ കിട്ടാൻ വൈകി കേട്ടോ ജോർജ് ജോസഫ്.